മുസ്ലിം ലീഗിൻ്റെ നേതാവ് ഈയിടെ പറഞ്ഞൊരു കാര്യം, സ്ത്രീകൾക്കും പുരുഷനും ഒരേ സമത്വം ആണെന്നുള്ള ഒരു തോന്നൽ അതങ്ങനെയല്ല. അതായത് ബസ്സുകളിലും നമ്മളിപ്പോൾ ഒളിമ്പിക്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ അതിനെതിരെ ഒരു സ്ത്രീ എന്നുള്ള നിലയ്ക്ക് എന്താ പറയാനുള്ളത്? സ്ത്രീകളുടെ സമത്വം നമ്മൾ തന്നെയാണോ താഴ്ത്തിക്കൊണ്ടിരിക്കുന്നത്? സ്ത്രീ പുരുഷ സമത്വം എന്ന് പറയുന്നത് അദ്ദേഹം പറഞ്ഞ പോലെ ശരിക്കും വാക്കുകളിലൂടെ മാത്രമേ ഉള്ളൂ പ്രാബല്യമായിട്ടുള്ളൂ എന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മൾ എത്രയൊക്കെ പുരോഗമിച്ചെന്ന് പറഞ്ഞാലും എത്രയൊക്കെ സ്ത്രീകൾക്ക് പരിഗണന കൊടുക്കുന്നുണ്ട് പറഞ്ഞാലും നമ്മുടെ സമൂഹം ഇപ്പോഴും അത് എന്താ പറയുക, അത് നടപ്പാക്കുന്നില്ല, പൂർണ്ണ രീതിയിൽ നടപ്പാക്കുന്നില്ല. അതിൻ്റെ നേർക്കാഴ്ചകളൊക്കെ തന്നെയാണ് അദ്ദേഹം എടുത്തു പറഞ്ഞത്. ഒളിമ്പിക്സിൻ്റെ കാര്യമായാലും ബസ്സിലെ സീറ്റുകളുടെ കാര്യമായാലും ഇപ്പോൾ ട്രെയിനുകളിലാണെങ്കിലും ഒരു ബോഗി നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് സ്ത്രീകൾക്ക് മാറ്റി വെക്കുന്നുണ്ട്. അത് മിക്കവാറും എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ത്രീകൾക്ക് സുരക്ഷിതത്വമായിട്ട് ജീവിക്കാൻ അല്ലെങ്കിൽ പൊതുസമൂഹത്തിലൂടെ നടക്കാനൊരു എന്താ പറയുക, ഒരു നടക്കാനൊരു നമുക്ക് പറ്റാത്തതുകൊണ്ടാണ്. ഒരുപാട് ക്രൈംസ് ഇതുപോലെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം പുരുഷന്മാരെ നമുക്ക് വിശ്വസിക്കാനോ അതല്ലെങ്കിൽ അർദ്ധരാത്രിയിൽ നമുക്കൊരു KSRTC ബസ്സിൽ ഒരു യാത്ര ചെയ്യാനോ നമുക്ക് പേടിയാണ്. ആ KSRTC ബസ്സിലെ സ്ത്രീകളുടെ എണ്ണം എടുത്ത് നോക്കുമ്പോഴും കുറവായിരിക്കും. അപ്പോൾ സ്ത്രീകളുടെ സമത്വത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഓഫീസുകളിലാണെങ്കിലും തുല്യവേതനം ലഭിക്കുന്നില്ല. സ്ത്രീക്ക് പുരുഷനേക്കാൾ കുറവായിരിക്കും സ്ത്രീക്ക് എപ്പോഴും വേതനം. ഇപ്പോൾ ട്രെയിനിലുള്ള ഒരു സ്പെഷ്യൽ കമ്പാർട്ട്മെൻറ്റ് സ്ത്രീകൾക്ക്, അല്ലെങ്കിൽ ബസ്സിലുള്ള സീറ്റുകൾ, അതായത് റിസർവ് ചെയ്ത സീറ്റുകൾ, ഇതൊക്കെ നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ ഇത് ആവശ്യമില്ലേ? സ്ത്രീകൾക്ക് ആവശ്യമുണ്ടോ? അത് ആവശ്യമുണ്ടെന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ ഒരു അവസ്ഥ മാനിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് ആവശ്യമാണ്. കാരണം സ്ത്രീകൾക്ക് സുരക്ഷിതമായി യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് സ്ത്രീകൾക്കായിട്ടൊരു ട്രെയിനുകളിലാണെങ്കിൽ ഒരിടം വേണം. അത് നിർബന്ധമാണ്. അത് നമ്മുടെ സുരക്ഷയെ മുൻനിർത്തി നോക്കുകയാണെങ്കിൽ നമുക്കത് വേണം. നമുക്ക് ട്രെയിനിലാണെങ്കിലും ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലാണെങ്കിലും എത്തരത്തിലാണ് പുരുഷന്മാർ സ്ത്രീകളോട് ബിഹേവ് ചെയ്യണതെന്ന് നമുക്ക് ആ ബോഗികൾ എടുത്ത് നോക്കിയാൽ തന്നെ മനസ്സിലാവും. കാരണം അതിലൊന്നും സ്ത്രീകളുടെ എണ്ണം വളരെ ചുരുക്കമായിരിക്കും. ലേഡീസ് കമ്പാർട്ട്മെൻറ്റിൽ കാര്യം എടുക്കുകയാണെങ്കിൽ അതിനകത്ത് അത്രയും തിക്കി തിരക്കി നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അവരുടെ സുരക്ഷിതത്വം കൂടെ മുൻനിർത്തിയിട്ടാണ് അവർ ആ തിരക്ക് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. സ്ത്രീ പുരുഷൻ്റെ സമത്വം എന്ന് പറയുന്നത് വെറും വാക്കുകൾ മാത്രം ഒതുങ്ങിപ്പോകുന്ന ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് തീർച്ചയായിട്ടും മാറേണ്ടിയിരിക്കുന്നു. അല്ലാതെ അദ്ദേഹം പറഞ്ഞത് വേറൊരു തലത്തിലോട്ട് ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കളുണ്ട്. മുസ്ലിം ലീഗിൽ തന്നെ അവർ പറയുന്നുണ്ട്, അത് ഞങ്ങളുടെ പലരും ചോദിക്കുന്നുണ്ട്, ഇത് മുസ്ലിം ലീഗിൻ്റെ തന്നെ എന്താ പറയുക നിലപാടാണോ അതോ അദ്ദേഹത്തിൻ്റെ മാത്രം പേഴ്സണൽ നിലപാടാണോ എന്നുള്ള പലരും ചോദിക്കുന്നുണ്ട്. അദ്ദേഹം നോക്കിക്കാണുന്ന രീതി വെച്ച് നോക്കുമ്പോൾ അത് വളരെ കറക്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുണ്ട്. ഫെമിനിസം എന്ന് പറയുന്ന ഒരു ചിന്താഗതിയും ഈ ഒരു നോർമൽ സ്ത്രീകളിൽ കാണുന്ന ഒരു ചിന്താഗതിയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? സ്ത്രീകൾ അവരുടെ അവകാശങ്ങൾ അവരുടെ തുല്യതയ്ക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ അത് വേറൊരു തലത്തിലോട്ട് ഇങ്ങനെ പല പേരുകളിലും അറിയപ്പെടുന്നു, അത്രയേ ഉള്ളൂ. മുസ്ലിം ലീഗിൻ്റെ നേതാവായ PM സലാം ഇന്നൊരു കാര്യം ഉന്നയിക്കുകയുണ്ടായി. സ്ത്രീയും പുരുഷനും തുല്യരാണ് എന്നുള്ളൊരു അത് വെറും വാക്കുകളിലൂടെ മാത്രമേ നമ്മുടെ സമൂഹത്തിൽ പ്രാവർത്തികമാകുന്നുള്ളൂ. ശരിക്കും നമ്മൾ കണ്ണടച്ച് ഇരുട്ടാണെന്ന് പറയുന്ന ഒരു നിലപാടാണ് അദ്ദേഹം പറയുന്നത്. അതിനോട് എങ്ങനെ താങ്കൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഇപ്പോഴും സ്ത്രീ സമത്വം എന്ന് പറയുന്നത് വെറും ഇരുട്ടിൽ തന്നെ നിൽക്കുന്ന കുറേ കാര്യങ്ങളാണ്. അതായത് സ്ത്രീകൾ തന്നെ ഒരു പരിധി വരെ ഈ സമത്വങ്ങളോട് യോജിക്കുന്നില്ല. അതായത് ഒരു പരിധി വരെ അവരെ അതായത് യോജിക്കുന്ന സ്ത്രീകളെ നമ്മൾ ഫെമിനിസ്റ്റ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തും. അതായത് ഈ അവരുടെ ആവശ്യങ്ങൾ ഉന്നയിക്കുന്ന സ്ത്രീകളെ വേറൊരു കാറ്റഗറിയിൽ മാറ്റിയെടുക്കുന്ന ഒരു സമൂഹമാണ് നമ്മുടെ കൂടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോഴും കേരളത്തിൽ ഈ സ്ത്രീ സമത്വം എന്നത് പറയുന്നത് കൃത്യമാകുന്നില്ല എന്ന് തന്നെ തോന്നിയിട്ടുണ്ട്. അതായത് സമത്വം ആവശ്യപ്പെടുന്ന സ്ത്രീകളിൽ തന്നെയുള്ള പലരും അതിനെ തന്നെ നിഷേധിക്കുന്ന പല അവസ്ഥകളുണ്ട്. അദ്ദേഹം എടുത്ത് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അതിനകത്ത് പ്രധാനപ്പെട്ട കാര്യങ്ങളുമാണ്. ബസ്സിലിരിക്കുന്ന ഒരു കാര്യം തന്നെ നോക്കുകയാണെങ്കിൽ ഈ സമത്വം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പോലും ഈ പുരുഷന്മാരുടെ അടുത്ത് പോയി ഇരുന്നാലും ഇല്ലെങ്കിൽ ആ ബസ്സിനകത്ത് ഈ സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള റിസർവേഷൻ എന്ന് പറയുന്നത് തന്നെ നോക്കേണ്ട ആവശ്യമില്ല. ഏത് സീറ്റിലും ധൈര്യമായിട്ട് പോയി ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ് സമത്വം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ അതുപോലും നമ്മുടെ നാട്ടിൽ പറ്റുന്നില്ല. ഒരു പുരുഷൻ്റെ അടുത്ത് പോയിരിക്കാനോ ഇല്ലെങ്കിൽ പുരുഷന്മാരിരിക്കുന്ന സീറ്റിൽ പോയിരിക്കാനോ ഒന്നും നമുക്ക് സാധിക്കുന്നില്ല. കാരണം അവരുടെ ഒരു സേഫ്റ്റി ഇഷ്യൂ തന്നെയാണ്. അതിനൊക്കെ കൃത്യമായിട്ടുള്ള അതായത് ഒരു സംരക്ഷണം ഇല്ലെങ്കിൽ അത്രയും ധൈര്യത്തോടെ പോയി ഇരിക്കാൻ പറ്റുന്ന ഒരു നിയമം, അങ്ങനെ ഇരുന്നാൽ തന്നെ അവർ നമ്മളൊന്നും ചെയ്യില്ല, ചെയ്താൽ തന്നെ തക്കതായിട്ടുള്ള ശിക്ഷ കിട്ടും എന്നുള്ളൊരു രീതിയിലുള്ള അത്രയും തക്കതായൊരു ശിക്ഷ വന്നാൽ ഒരു പരിധിവരെ സ്ത്രീ സമത്വം ശക്തമാകും, ഇല്ലെങ്കിൽ ഒരു ലെവലിൽ എത്തുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കലോത്സവ വേദികൾ രാഷ്ട്രീയ പക പോക്കാനുള്ള ഒരു വേദിയായി മാറി എന്നതിനെ കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? രാഷ്ട്രീയ പകപോക്കൽ, അതായത് ഈ കലാലയങ്ങളിലുള്ള രാഷ്ട്രീയം തന്നെ ഭയങ്കരമായിട്ട് ഇപ്പോൾ അക്രമങ്ങൾ ഒക്കെ നടത്തുന്നുണ്ടായിട്ട് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ
ഇങ്ങനത്തെ ആർട്സ് മാത്രമല്ല പല ഫെസ്റ്റിവൽ നടത്തുമ്പോഴും എല്ലാവരും ഇങ്ങനെ അവരുടെ ഉള്ളിലുള്ള പകേനെ പുറത്തെടുക്കാൻ വേണ്ടി ചെറിയൊരു കാര്യത്തിന് വരെ ആ ഒരു പക പുറത്തേക്ക് എത്തിക്കുക. അതിപ്പോൾ രാഷ്ട്രീയം ഈ സ്കൂളുകളിലും കോളേജുകളിലും മാത്രമല്ല, ഇപ്പം വലിയ വലിയ പാർട്ടികളിൽ പോലും ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർ അക്രമം വലുതാക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അതപ്പം ഭയങ്കര മോശമായിട്ട് തന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ കലാലയത്തിൽ ആർട്സ് ഒക്കെ നടത്തുന്നത് എന്തുകൊണ്ടും നമ്മുടെ ഒരു കഴിവിനെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സിറ്റുവേഷനാണ്, ഒരു സ്ഥലമാണിത്. അപ്പോഴത്തേക്കും ആ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള അക്രമം നടത്തുന്നുണ്ടെങ്കിൽ അത് ആളുകളെയും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെയും ആ ഒരു കലകളെ തന്നെ അപമാനിക്കുന്നതിന് തുല്യമാണ്. അപ്പം അത് തീർച്ചയായിട്ടും അതിനൊക്കെ ഒരു നടപടി എടുക്കണം, അതൊക്കെ കുറയ്ക്കണം. അങ്ങനെ രാഷ്ട്രീയം എന്തുകൊണ്ട് നല്ലതാണ്, എല്ലാ ആളുകൾക്കും ഇപ്പം എനിക്കാണെങ്കിൽ പോലും ഒരു രാഷ്ട്രീയം വേണം, പക്ഷെ അത് മറ്റൊരാളെ ഉപദ്രവിക്കാനുള്ളതാകരുത്. അത് എപ്പോഴും നല്ലതാക്കാൻ, അതായത് ഇപ്പം മോശമായിട്ട് നിൽക്കുന്ന കാര്യത്തിൽ നല്ലതാക്കാൻ വേണ്ടി മാത്രമായിരിക്കണം. അപ്പോൾ എപ്പോഴും പൊളിറ്റിക്സ്, അതായത് രാഷ്ട്രീയം നന്നാക്കാൻ വേണ്ടി ആയിരിക്കണം, മോശമാക്കാൻ വേണ്ടി ആയിരിക്കരുത്. അപ്പോൾ ഈ ആർട്സ് പോലുള്ള കാര്യങ്ങളൊക്കെ നന്നാക്കാൻ വേണ്ടി ആയിരിക്കണം ഈ രാഷ്ട്രീയം ശ്രമിക്കേണ്ടത്. അത് ഇപ്പോൾ ഈ തല്ലും പിടിയൊക്കെ ആകുമ്പോഴത്തേക്ക് അത് തീർച്ചയായിട്ടും മോശമാകത്തേ ഉള്ളൂ. അപ്പോൾ അതിനൊക്കെ ഒരു നടപടി എടുക്കണം. അതായത് അങ്ങനെയൊന്നും ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് തോന്നിയിട്ടുണ്ട്.